എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വാഹനങ്ങളുടെ RC, അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അത് റിന്യൂവലിന് കൊടുത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചിട്ട് ടെസ്റ്റൊക്കെ പാസ്സായിരിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊന്നും ഇതുവരെ പ്രിൻ്റഡ് ആയിട്ടുള്ള ലൈസൻസോ അല്ലെങ്കിൽ RC ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കിട്ടാൻ ഇത്ര വൈകുന്നത്? നമ്മൾ ഫീസൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട്, പോസ്റ്റൽ ചാർജ് അടക്കം നമ്മൾ ഈ അപേക്ഷയോടൊപ്പം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുവരെ പ്രിൻ്റഡ് ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട്. ഇപ്പോൾ വാഹന കൈമാറ്റത്തിന് പറ്റുന്നില്ല, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒറിജിനൽ കോപ്പി കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനലിൽ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസലേഷൻ, അതായത് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ആ ലോണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ RCയിൽ ആ ലോൺ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അപേക്ഷിച്ചിട്ട് ഓണർഷിപ്പ് മാറേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറേ ആളുകൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഫീസൊക്കെ അടച്ച് അപേക്ഷിച്ച ആളുകളുണ്ട്. അവരൊക്കെ നിരന്തരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഫീസൊക്കെ അടച്ച് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇതുവരെ നമുക്ക് RCയും അതേമാതിരി ലൈസൻസൊന്നും പുതുക്കി കിട്ടിയിട്ടില്ല, അതെന്താണ് കാരണം ചോദിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് കാലമായിട്ട് ഈ പ്രിൻറ്റിങ് മുടങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം ഏകദേശം 3 ലക്ഷത്തിലധികം ഈ ലൈസൻസും RCയും ഒക്കെ ഇനിയും പ്രിൻറ്റ് ചെയ്യാനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അത് കിട്ടാൻ വൈകുന്നത് എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ടും. അതായത് ഏകദേശം 3,35,000-ത്തിലധികം ലൈസൻസുകൾ പ്രിൻ്റ് ചെയ്യാൻ പെൻഡിങ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രിൻറ്റിംഗ് സ്റ്റേഷനിൽ ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ് എന്നാണ് പത്രവാർത്തയിൽ കണ്ടത്. അപ്പോൾ ഒരു ദിവസം അവർ പറയുന്നത് ഏകദേശം 23,000 ലൈസൻസാണ് പ്രിൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പെൻഡിംഗ് ഉള്ള ലൈസൻസ് തന്നെ കൊടുത്തു തീർക്കാനും ഏകദേശം ഇനിയും 1 മാസം പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ മാസം ജൂലൈ മാസത്തോടെയൊക്കെ മുൻപ് അപേക്ഷിച്ച എല്ലാവർക്കും ലൈസൻസും RCയും ഒക്കെ ഇഷ്യൂ ചെയ്യാൻ കഴിയും എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഓണർഷിപ്പ് മാറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. കാരണം RCയിൽ നമ്മൾ വാഹനം വാങ്ങുന്ന സമയത്ത് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ആ ലോണിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാതെ നമുക്ക് ഓണർഷിപ്പ് മാറാൻ പറ്റില്ല. അതിനൊക്കെ അപേക്ഷിച്ച ആളുകൾക്ക് ഇതുവരെ RC കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെഹിക്കിളുമായി ബന്ധപ്പെട്ടുള്ളൊരു സൈറ്റാണ് പരിവാഹൻ. അപ്പോൾ അതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പരിവാഹൻ എന്നുള്ള സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ RCയുടെ നമ്പറൊക്കെ, അതായത് പഴയ RCയുടെ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയും. അതേസമയം വാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ആണെങ്കിലും RCയിലെ ഓണർഷിപ്പിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിലും നമുക്ക് RTO ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുകയും അവർക്ക് പ്രത്യേകം അപേക്ഷ കൊടുക്കുകയും ചെയ്താൽ മിക്കവാറും അതിന് പരിഹാരം ഉണ്ടായേക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം വാഹന പരിശോധന നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലില്ലെങ്കിൽ, അതേമാതിരി RC ഒന്നും ഒറിജിനൽ ഇല്ലെങ്കിലും അവർ ഫൈൻ ഈടാക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈനായിട്ട്, അതായത് ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കാണിച്ചു കൊടുക്കാൻ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ്. അതിനായിട്ട് 2 ആപ്പുകളുണ്ട്. ഒന്ന് ഡിജിലോക്കർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റാണ് നെക്സ്റ്റ് ജനറേഷൻ പരിവാഹൻ എന്ന് പറയുന്ന ഒരു ആപ്പ്. അപ്പോൾ ഈ ആപ്പ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ കഴിയുന്നതാണ്. അതായത് പൊല്യൂഷൻ, ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ മതി, നമുക്ക് ഫൈനൊന്നും അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറേ സംശയങ്ങൾ പല ആളുകളും
ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് ഫേസ്ലെസ് ആയിട്ടുള്ള ഒരു സർവീസാണ്. അതായത് ഫേസ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടിട്ട് RTO ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഫേസ്ലെസ് ആണ്, അപ്പോൾ നമ്മൾ ഡോക്യുമെൻസുമായിട്ട് RTO ഓഫീസിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ അത് പല ആളുകളും അത് കൃത്യമായിട്ട് കാണാതെ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ഒറിജിനൽ നമ്മൾ നേരിട്ട് കൊണ്ടേ കൊടുക്കണോ എന്നൊക്കെ പലരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ആ സൈറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ RTO ഓഫീസിൽ നിന്ന് അത് ഡയറക്റ്റ് എത്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമ്മളത് കൊണ്ടുപോയാൽ മതി. പക്ഷേ സൈറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ഫേസ്ലെസ് ആണ് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലിൻ്റെ കാര്യവും, അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫേസ്ലെസ് ആണ്. അതായത് RTO ഓഫീസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോവുകയോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവിടെ നേരിട്ട് എത്തിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ചെയ്യാനും അതേപോലെ തന്നെ വാഹനങ്ങളുടെ ലോണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അതിൽ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മൾ RTO ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോലും പോകാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അടുത്തൊരു കാര്യം പറയാനുള്ളത് NOCയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ വാഹനങ്ങൾ ലോൺ എടുത്ത് വാങ്ങുകയാണെങ്കിലും ആ ലോണിൻ്റെ കാലാവധി കഴിയുമ്പോൾ, ലോൺ അടച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഫിനാൻസ് സ്ഥാപനം അല്ലെങ്കിൽ ബാങ്കോ എന്തോ ആയിക്കോട്ടെ, ആ സ്ഥാപനം നമുക്ക് ഒരു ലെറ്റർ തരും, NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ശരിക്കും ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ നമുക്ക് തരും. അതിന് ശരിക്കും പറഞ്ഞാൽ 3 മാസം വാലിഡിറ്റി ഉള്ളത്. അതായത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും 3 മാസമാണ് അതിൻ്റെ കാലാവധി. ആ 3 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ NOCയും വെച്ചുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 മാസം കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ്. അതേസമയം ഈ 3 മാസത്തിനുള്ളിൽ നമ്മൾ ഈ NOC ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് പുതുതായിട്ട് ഈ NOCക്ക് വേണ്ടി നമുക്ക് ആ ബാങ്കിനെ അല്ലെങ്കിൽ ഫിനാൻസ് സ്ഥാപനത്തിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ അവർ ചെറിയ ഫൈനോ അല്ലെങ്കിൽ ചെറിയൊരു സർവീസ് ചാർജോ അവർ വാങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 3 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മാസം ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടുള്ള NOC ആണെങ്കിൽ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ സൈറ്റിൽ അത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പുതിയ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് ആ ഫിനാൻസ് സ്ഥാപനത്തിനെ സമീപിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാവുന്നതാണ്, നമ്മൾ ലൈസൻസിന് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ റിന്യൂവലിന് അപേക്ഷിക്കുകയോ RC ഓണർഷിപ്പ് മാറാനോ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാനോ ഒക്കെ അപേക്ഷിച്ച് ഫീസ് അടച്ചിരിക്കുന്ന ആളുകൾ കുറച്ച് ദിവസങ്ങൾ കൂടി എന്തായാലും കാത്തിരിക്കേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും എനിക്ക് തോന്നുന്നു ജൂലൈ കഴിയുമ്പോഴേക്കാണ് പെൻഡിങ് ഉള്ളത് തീർക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ചും കൂടി അങ്ങോട്ട് വൈകാനെയാണ് സാധ്യത കാണുന്നുള്ളൂ. 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഇതുവരെ അപേക്ഷിച്ചവർക്കൊക്കെ മിക്കവാറും പ്രിൻ്റഡ് ആയിട്ട് തന്നെ ലൈസൻസും RC ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം. അതേമാതിരി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.